അതെ, ഈ ചൂടത്ത് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? ഗ്യാസിന്റെ വില ഇപ്പം നല്ല കുത്തനെ കൂട്ടി നിൽക്കല്ലേ, അതുകൊണ്ട് നമുക്കിന്ന് പുറത്തടുപ്പിലെന്ന് വെക്കാം. ഇരുമ്പേട്ടിൽ എണ്ണയൊക്കെ ഒഴിച്ച് നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ടാം. പിന്നെ അതിനകത്തോട്ട് തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമുക്ക് അതൊന്ന് വാട്ടിയെടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ പിന്നെ മെയിൻ ക്യാരക്ടറുണ്ട്, അത് വിട്ട് നമുക്കൊരു കളിയില്ല. എന്തായാലും ഈ ഏപ്രിൽ മെയ് മാസം ഇത്ര ചൂട് ഒരിത്തും പിടിയില്ല, നല്ല ചൂടുണ്ട്. ഉപ്പ് കൂടുമോ എന്നാണ് ഇപ്പം എൻ്റെ സംശയം. ഓൾറെഡി നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കങ്ങ് കുക്കറിൽ നിന്ന് തട്ടിയെടുത്ത് ചീനച്ചട്ടിയിലോട്ട് ഇട്ടാൽ മതി. മസാലയൊക്കെ പിടിച്ച ബീഫ് ആ ചട്ടിക്കകത്തുനിന്ന് തിളയ്ക്കുന്ന കാണാൻ തന്നെ നല്ലൊരു സുഖമാണ്. അപ്പോഴത്തേനും വീട്ടിൽ ഇരിക്കുന്ന കൊച്ചനിൻ്റെ കാര്യം വേഗം ഓർത്തത്. ഇനി അവനെ പോയി കുറച്ച് നേരം ശല്യം ചെയ്യാം. ചെന്ന ഉടനെ അവന് കയറി കൊടുത്ത് കുറച്ച് കടിയും ഉമ്മയൊക്കെ കൊടുക്കണം. എന്നെങ്കിലും എനിക്കൊരു സമയമുള്ളൂ. പാവം ചെറുക്കൻ ഫോണിലായതുകൊണ്ട് അതൊക്കെ കണ്ടങ്ങ് ഇരുന്നു. കേട്ടോ കേട്ടോ, നമ്മുടെ ബീഫ് തിളയ്ക്കുന്ന ശബ്ദം കേട്ടോ. ഇത് നമുക്ക് ഇല വെട്ടാൻ പോവാം. ഈ ഇല വെട്ടുന്നതിൽ ഗുഡൻസ് ഉണ്ട്. പാത്രം കഴുകുന്ന ജോലി എനിക്കായതുകൊണ്ട് നമുക്കതങ്ങ് സ്കിപ്പ് ചെയ്യാം. ഇല ഉള്ളതുകൊണ്ട് കണ്ടവൻ്റെ പറമ്പിൽ പോയി 5-6 ഇലയൊക്കെ വെട്ടിയിട്ട് ഞാനും അനിയനും കൂടെ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഈ ചൂടത്ത് ഐസൊക്കെ കഴിക്കുന്ന വളരെ നല്ല കാര്യമാണല്ലോ. റോഡിൽ കൂടെ പോയി ഐസ് മാനെ പിടിച്ച് നിർത്തി ഞങ്ങൾ എല്ലാവരും കൂടെ ഐസ് 2 കളറേ ഉള്ളായിരുന്നു. ആ 2 കളറിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു. കൊച്ചിന് പിന്നെ ബ്രഹ്മസലീല വേണമായിരുന്നു. അതില്ലാത്തത് കൊണ്ട് തന്നെ കൊച്ചിന് അത് കഴിച്ചില്ല. അങ്ങനെ വേണ്ട നമ്മൾ ഉച്ചയായപ്പോഴത്തേനും ചോറ് കഴിക്കായിരുന്നു. നല്ല ചൂട് ചോറും മാമ്പഴ പുളിശ്ശേരിയും ആ ബീഫ് കറിയും സലാഡും. ആഹാ, അന്തസ്സം. ഇനി നമ്മൾ ഈ ചോറൊക്കെ കഴിച്ചൊരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മളിൽ കുറച്ച് നേരം കിടന്നുറങ്ങണം. എന്നാലേ അതിനൊരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. സീസൺ